السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. يقول المصنف رحمه الله: تتمة يتيمم عن الحدثين لفقد ماء وخوف محذور من استعماله بتراب طهور له غبار. മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാഹ് ഈ തതിമ്മത്തിലൂടെ പ്രതിപാദിക്കുന്നത് തയമ്മുമിന്റെ കാരണങ്ങളും ഏതാനും ചില ഷർത്തുകളും ഫർളുകളും അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ മാത്രമാണ്. ഫിഖ്ഹിന്റെ മറ്റു ഗ്രന്ഥങ്ങൾ നാം പരതുകയാണ് എങ്കിൽ തയമ്മുമിന് പ്രത്യേകമായ ഒരു ഹെഡിങ്ങിൽ തന്നെ കിതാബു തയമ്മും അതല്ലെങ്കിൽ ബാബു തയമ്മും എന്ന രൂപത്തിൽ തന്നെ വിശദീകരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. മുസന്നിഫ് തയമ്മുമിനെ വളരെ ലളിതമായ രൂപത്തിൽ, എന്നാൽ അതിന്റെ മുഖ്യമായ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ഈ തതിമ്മത്തിലൂടെ പ്രതിപാദിക്കുന്നുണ്ട്. തയമ്മും എന്നുള്ളത് യഥാർത്ഥത്തിൽ നമ്മിൽ നിന്നും പലരും അത് പരീക്ഷിച്ചിട്ടുണ്ടാവണം എന്നില്ല. കാരണം വുളൂ ചെയ്യാൻ കഴിവില്ലാത്ത ഒരു അവസ്ഥ സംജാതമാകുമ്പോൾ ആ വുളൂവിന്റെ ഒരു ബദൽ സംവിധാനമായിട്ടാണല്ലോ തയമ്മും ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വുളൂ ചെയ്യാൻ അശക്തനായി വരുന്ന ഒരു അവസ്ഥ വരാത്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ തയമ്മും ചെയ്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ തയമ്മും എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ചില സന്ദിഗ്ധ ഘട്ടങ്ങളിൽ പ്രവർത്തിക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വളരെ അശ്രദ്ധവാനായിട്ട് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ഘട്ടം ആസന്നമാകുന്ന സമയത്തിൽ അദ്ദേഹം വളരെ വിഷമിച്ച ഒരു അവസ്ഥയിൽ അതിനെക്കുറിച്ചുള്ള ഒരു വിവരം കൂടെ ഇല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ ഒന്നും കൂടെ വഷളാവുവാനാണ് കൂടുതലും സാധ്യത. നാം ദൈനംദിനം ചെയ്തുകൊണ്ടിരിക്കുന്ന വുളൂഇന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് തന്നെ നാം ചിന്തിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ അശ്രദ്ധ മൂലം പലതും നാം പ്രവർത്തിക്കാറില്ല. അപ്പോൾ പിന്നെ ജീവിതത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്യേണ്ടി വരുന്ന തയമ്മും അതിനെക്കുറിച്ച് ഒരു വിവരം നമ്മിൽ ഉണ്ടായിരിക്കൽ അത്യന്താപേക്ഷിതമാണ്. തയമ്മും എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം അൽ ഖസ്ദു, കരുതുക എന്നാണ്. വലാ തയമ്മമുൽ ഖബീസ മിൻഹു, ആ സമ്പത്തിൽ നിന്നും നിങ്ങൾ മോശമായതിനെ നിങ്ങൾ കരുതരുതേ എന്ന് കാണാൻ കഴിയും. അപ്പൊ തയമ്മും എന്നുള്ളതിന്റെ ഭാഷാർത്ഥം അത് കരുതുക എന്നാണ്. എന്നാൽ ഇസ്തിലാഹിൽ തയമ്മും എന്ന് പറഞ്ഞാൽ ഈസാലു തുറാബി ഇലൽ വജ്ഹി വൽ യദൈനി ബിശറായിത,
ചില നിബന്ധനകളോടുകൂടെ, ചില ഷർത്തുകളോടുകൂടെ കയ്യിലേക്കും മുഖത്തിലേക്കും വെള്ളത്തിനെ ചേർക്കുന്നതിനാണ് ശറഇൽ തയമ്മും എന്ന് പറയപ്പെടുന്നത്. അപ്പൊ തയമ്മും എന്ന് പറഞ്ഞാൽ കരുതുക എന്നാണ് അതിന്റെ ലുഗവിയായ അർത്ഥം. ഭാഷാർത്ഥത്തിൽ അതിന്റെ അർത്ഥം കരുതുക. എന്നാൽ ശറഇൽ പറയുന്നത് ഈസാലു തുറാബി ഇലൽ വജ്ഹി വൽ യദൈനി ബിശറായിത, ചില നിബന്ധനകളോടുകൂടെ കയ്യിലേക്കും അതുപോലെ മുഖത്തിലേക്കും മണ്ണിനെ ചേർക്കുന്നതിനാണ് ശറഇൽ തയമ്മും എന്ന് പറയപ്പെടുന്നത്. തയമ്മും ഫർളാക്കപ്പെട്ടത് ഹിജ്റയുടെ 4 അതല്ലെങ്കിൽ 6, 5 ഇങ്ങനെ പല അഭിപ്രായ വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ സാഹചര്യം മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഖറജ്ന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഫീ സഫരിൻ, ഒരു യാത്രയിൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ പുറപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടെ ഒരു യാത്രയിൽ പുറപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും സാധാരണ യാത്ര ചെയ്യാറുള്ളതൊരു ഇന്നത്തെ കാലഘട്ടത്തെ പോലെ, ഇന്ന് നാമൊക്കെ യാത്ര ചെയ്യുന്നത് പോലെ ഒരു ഉല്ലാസയാത്രക്കുള്ള സമയമായിരുന്നില്ല. അവർ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി ജീവിതം മുഴുവനും നീക്കിവെച്ചുകൊണ്ട് പ്രബോധന മേഖലകളിലും ധർമ്മസമരങ്ങളിലുമായി കൊണ്ട് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഒരു കാലയളവിലാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഞങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുകൂടെ ഒരു യാത്രയിലാണ്. അങ്ങനെ ഹത്താ ഇദാ കുന്നാ ബിൽ ബൈദാ ഔ ബിദാത്തിൽ ജയ്ഷ്, അത് റാവിയുടെ ശഖ്ഖും മിനർ റാവി, റാവിന്റെ അടുക്കൽ നിന്നുള്ള സംശയമാണ്. ഏത്? ഹത്താ ഇദാ കുന്നാ ബിൽ ബൈദാഇ ഔ ബിദാത്തിൽ ജയ്ഷ്, ഈ സ്ഥലത്ത് ഞങ്ങൾ എത്തിയപ്പോൾ അവിടെ ഹദീസ് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു, ബൈദാ എന്ന് പറഞ്ഞാൽ അത് മദീനയുടെയും ഖൈബറിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. അതുപോലെ തന്നെ മറ്റൊരു അഭിപ്രായ പ്രകാരം മദീനയിൽ നിന്നും മക്കയിലേക്ക് വരുന്ന വഴി, ദുൽഹുലൈഫ വഴി വരുമ്പോൾ ദുൽഹുലൈഫയാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ദാത്തുൽ ജയ്ഷ് എന്ന് പറഞ്ഞാൽ ദുൽഹുലൈഫയുടെ ബാക്കിൽ പുറകോട്ടുള്ള അല്പം സ്ഥലം. എന്തായാലും ഈ സ്ഥലത്തെത്തിയപ്പോൾ സഖത ഇഖ്ദുല്ലി, എനിക്കുണ്ടായിരുന്ന, എന്റെ കഴുത്തിലുണ്ടായിരുന്ന ഒരു മാല അവിടെ പാഴായിപ്പോയി, കാണാതെ പോയി. കഴുത്തിൽ നിന്നും മാല അറ്റുപോയി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഞാൻ വിവരമറിയിച്ചു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും താൽക്കാലികമായി യാത്ര അവിടെ താൽക്കാലികമായി നിർത്തിവെച്ചുകൊണ്ട് മാല തിരയാൻ തുടങ്ങി. ഒരുപാട് നേരം ഈ മാലയും തിരഞ്ഞുകൊണ്ട് സമയം ദീർഘിച്ചു. ഇവിടെ നാം ചിന്തിക്കണം, ഈ ചരിത്രം പറയുന്നതിൽ നിന്നും നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഈ മാല എന്ന് പറഞ്ഞാൽ നാമൊക്കെ ധരിക്കും, ഇപ്പോ ഈ മാല എന്ന് പറഞ്ഞാൽ ഇത് സ്വർണത്തിന്റെ വലിയൊരു മാലയായിരുന്നു എന്ന്. അല്ല, കേവലം 12 ദിർഹം വിലമതിക്കുന്ന യമനിൽ ഉണ്ടാക്കപ്പെടുന്ന മാലക്കുരു, മാലമുത്ത് എന്നൊക്കെ പറയും, മാലമണി എന്ന് പറഞ്ഞാൽ ഇന്നൊക്കെ നമ്മൾ തസ്ബീഹ് ചെല്ലാനും മാല ഉപയോഗിക്കലുണ്ടല്ലോ, ചന്ദനത്തിന്റെ മണികൾ, അതുപോലത്തെ മണി. എന്തായാലും ഇത് നല്ല വാസനയുള്ള യമൻ നിർമ്മിതമായ ഒരു മാലമണിയാൽ
കോർത്തുണ്ടാക്കപ്പെട്ട മാലയാണ്. ഈ മാല മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തന്റെ സഹോദരിയാകുന്ന അസ്മാ റളിയല്ലാഹു തആല അൻഹായിൽ നിന്നും വായ്പ വാങ്ങിയതാണ് യാത്ര ചെയ്യുമ്പോൾ. അത് അന്നും ഇന്നും സ്ത്രീകൾക്കിടയിൽ ഇത് നിലനിന്നു വരുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്ത്? ഒരു കല്യാണം ഉണ്ടായാല്, അതല്ലെങ്കിൽ എവിടേക്കെങ്കിലും പോകാനുണ്ടായി കഴിഞ്ഞാൽ ഒരു മാല അടുത്ത വീട്ടിൽ നിന്ന്, അതല്ലെങ്കിൽ അടുത്ത സഹോദരിമാരിൽ നിന്നും പരിചയക്കാരിൽ നിന്നും കടം വാങ്ങുക, വായ്പ വാങ്ങുക എന്നുള്ള ഒരു സ്വഭാവം അന്നും നിലനിൽപ്പുണ്ട്. അത് ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ വിഷയം അറിഞ്ഞപ്പോൾ എന്തു ചെയ്തു? യാത്ര നിർത്തിവെക്കുകയും ആ മാല തിരയാൻ വേണ്ടി സമയം ചെലവഴിച്ചു. നിങ്ങൾ ചിന്തിക്കണം. അതിൽ നിന്നും നമുക്കൊരു പാഠമുണ്ട്. എന്ത്? ഇദാഅത്തുൽ അംവാൽ, മുതലുകൾ പാഴാക്കി പോവാൻ പാടുള്ളതല്ല. അത് എത്ര ചെറിയതാണെങ്കിലും ശരി, അത് കഴിവിന്റെ പരമാവധി നാം തിരയുക വേണം. എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് എന്തെങ്കിലും ഒരു 10 രൂപ നഷ്ടപ്പെട്ടു പോകുമ്പോഴേക്കിനും നാം എന്ത് ചെയ്യാൻ പറ്റില്ല, അത് പോട്ടെ എന്ന് കരുതാൻ പാടില്ല. അതെന്ത് ചെയ്യണം? അതിന് വില കൽപ്പിച്ചുകൊണ്ട് അത് നമ്മുടെ കഴിവിന്റെ പരമാവധി ശ്രമിക്കണം എന്ന് ഇതിൽ നിന്നും മനസ്സിലാകുന്നു എന്ന് മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മാല തെരഞ്ഞു, പക്ഷെ മാല കിട്ടിയില്ല. സമയം ദീർഘ്യമായി. അപ്പോ എന്തു ചെയ്തു? സഹാബത്തിൽപ്പെട്ട ഏതാനും ചില സഹാബിമാര് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കിലേക്ക് ചെന്നു. ഇത് ചെല്ലാനുള്ള കാരണം പണ്ഡിതന്മാര് പറയുന്നു, ഒരഭിപ്രായ പ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ഷീണിതനായി ഉറങ്ങുകയായിരുന്നു. മറ്റു ചില ആളുകൾ പറയുന്നു, ഇതിൽ നിന്നും നമുക്കൊരു കാര്യം പഠിക്കാണ്ട്, സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കെ ഭാര്യയിൽ നിന്നും എന്തെങ്കിലും അപാകതകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അത് വാപ്പയോട് പരാതിപ്പെടൽ അനുവദനീയമാണ്. അതിന് പ്രശ്നമുള്ള കാര്യം പ്രശ്നമാകുന്നതല്ല. എന്തായാലും എല്ലാവരും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് പരാതി പറഞ്ഞു. എന്തു പറഞ്ഞു? നിങ്ങളെ മോള് ആയിഷ കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ആ മാല കളഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സ്വഹാബത്തിനെയും യാത്ര നിർത്തിവെച്ചുകൊണ്ട് ഇപ്പൊ അവരത് തിരയുകയാണ്. സമയം ദീർഘ്യമായി, വളരെ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അത് സ്വീകരിച്ചുകൊണ്ട്, അതല്ലാതെ എന്റെ മകളെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ പരാതിപ്പെടുന്നോ എന്ന് ദേഷ്യം പിടിക്കാതെ, അതാണ് സ്വഹാബത്തുൽ കിറാമിന്റെ ഉദാത്തമായ സ്വഭാവം, അത് പരിഗണിച്ചുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കലേക്ക് ചെല്ലാണ്. എന്നിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവി പറയുന്നു, ഫആതബനി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്നെ വല്ലാതെ ആക്ഷേപിച്ചു. ഇവിടെ ഫആതബനി അബി എന്നല്ല പറഞ്ഞത്, അബൂബക്കർ എന്നാണ് പറഞ്ഞത്. അത് അറബികളുടെ ഒരു ഉപയോഗമാണ്. കാരണം ഒരു വാപ്പ ചീത്ത പറയാന്ന് പറയുമ്പോൾ ഒരു മോശല്ലേ. അതുകൊണ്ട് തന്നെ അബൂബക്കർ അറിയുമെങ്കിലും അത് പദപ്രയോഗത്തിലുള്ള ഒരു അദബാണ്. ഫആതബനി അബൂബക്കർ, എന്നെ വല്ലാതെ ആക്ഷേപിച്ചു. എത്രത്തോളം എന്ന് പറയുന്നു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു എന്റെ ഊരപ്പെട്ടിക്ക് എന്ത് ചെയ്തു? അടിക്കുകയും ചെയ്തു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ മടിയിൽ തലവെച്ച് കിടക്കുമ്പോൾ ഞാനെങ്ങാനും അനങ്ങിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉണരുമെന്ന ഭയം ഉണ്ടായതുകൊണ്ട് അതെല്ലാം സഹിച്ചുകൊണ്ട് ഞാൻ അവിടെ തന്നെ അനങ്ങാതെയിരുന്നു. ഏതായാലും സമയം ദീർഘ്യമായി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്പൊക്കെ കഴിഞ്ഞു, ഉറക്കം കഴിഞ്ഞ് റസൂലുള്ളാഹി എണീറ്റ് നോക്കിയപ്പോൾ സ്വഹാബത്തുൽ കിറാമിന്റെ അടുക്കൽ വുളൂ ചെയ്യാനുള്ള വെള്ളമില്ല. ഈ ഒരു സാഹചര്യം വന്നപ്പോ ഇവിടെ മാല ഇപ്പോഴും ലഭിച്ചിട്ടില്ല. അങ്ങനെ എന്ത് ചെയ്തു? ഇങ്ങനെ ഒരു സമയം വന്നപ്പോ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരുടെയും അടുക്കൽ വെള്ളമില്ലേ സ്വഹാബത്തെ എന്ന് ചോദിച്ചു. എല്ലാവരും പറഞ്ഞു വെള്ളമില്ല, ഉള്ള വെള്ളം മുഴുവനും തീർന്നിട്ടുണ്ട് നബിയെ. ഇത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു. കുടിക്കാനുള്ള വെള്ളം ഉണ്ടായിരുന്നു, പക്ഷെ ഒളു ചെയ്യാനുള്ള വെള്ളമല്ല. പല അഭിപ്രായങ്ങളുണ്ട്. എന്തായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് وَإِن كُنتُم مَّرْضَىٰ أَوْ عَلَىٰ سَفَرٍ أَوْ جَاءَ أَحَدٌ مِّنكُم مِّنَ الْغَائِطِ أَوْ لَامَسْتُمُ النِّسَاءَ فَلَمْ تَجِدُوا مَاءً فَتَيَمَّمُوا صَعِيدًا طَيِّبًا فَامْسَحُوا بِوُجُوهِكُمْ وَأَيْدِيكُم مِّنْهُ എന്നുള്ള സൂറത്തുൽ മാഇദയിലെ 6-ാം സൂക്തം അവിടെ ഓതി കേൾപ്പിക്കുന്നത്, അവിടെ അവതരിപ്പിക്കപ്പെടുകയാണ്. അപ്പൊ ഈ പശ്ചാത്തലത്തിലാണ് ഈ ആയത്തു തയമ്മും എന്നുള്ള ആയത്തിന്റെ അവതരണം. ആ സമയത്ത് പിന്നീട് മാല തെരഞ്ഞു നോക്കാൻ വേണ്ടി ഉസൈദ് ബിൻ ഹുദൈർ എന്നവരുടെ സാന്നിധ്യത്തിൽ വീണ്ടും ആളുകളെ പറഞ്ഞയക്കുകയും ആ മാല ലഭിക്കുകയും ചെയ്തു. നിങ്ങൾ നോക്കണം, ഇതെന്താണ്? ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചില തീരുമാനങ്ങളാണ്. ഇവിടെ ചില ആളുകൾ ചോദിക്കും, അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അമാനുഷികമായ കഴിവുള്ളത് വ്യക്തിയാണല്ലോ. പല സംഭവങ്ങളും ഇങ്ങനെ സംഭവിച്ചപ്പോ അവിടെയൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെയൊക്കെ വെള്ളം നിർഗളിക്കുന്ന എത്രയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ തോന്നിയില്ല. കാരണം കാര്യകാരണ ബന്ധ വ്യവസ്ഥകൾക്ക് അധീനമാണ് ഈ ലോകം, ഈ ജീവിതം. അപ്പൊ ഇവിടെ എന്ത് വേണം? തയമ്മും എന്നുള്ള ഒരായത്ത് അവതരിപ്പിക്കപ്പെടണം. അതിനുള്ളൊരു പശ്ചാത്തലം ഉണ്ടാവണം. ഇതൊക്കെ അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. ആ തീരുമാനത്തെ ചോദ്യം ചെയ്യപ്പെടുന്നതിൽ അർത്ഥമില്ല എന്ന് നാം മനസ്സിലാക്കണം. മാത്രമല്ല, ഒരുപക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അമാനുഷിക കഴിവ് കൊണ്ടെല്ലാം പലതും ചെയ്യാൻ സാധിക്കും. പക്ഷെ ഇവിടെ ഖിയാമത്ത് നാൾ വരെ വരുന്ന സമുദായത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് ഇവിടെ വുളൂ ചെയ്യണം. അപ്പൊ വുളൂ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുമ്പോൾ എല്ലാവരെ കൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യുന്ന അമാനുഷികമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഖിയാമത്ത് നാൾ വരെ തന്റെ സമുദായത്തിന് കാരുണ്യമായി ഈ ഒരു ആനുകൂല്യം ലഭിക്കണം എന്നും കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉദ്ദേശിച്ചത് കൊണ്ട് തന്നെയാവണം അവിടെ ആയത്തു തയമ്മും, ഈ തയമ്മുമിന്റെ ആയത്ത് അവതരിപ്പിക്കപ്പെടുകയാണ്. അങ്ങനെ ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വളരെ സന്തോഷവാനായിക്കൊണ്ട് ആയിഷ ബീവി അത്രയൊക്കെ ചീത്ത പറഞ്ഞെങ്കിലും പിന്നീട് പറഞ്ഞു, വല്ലാഹി ഇന്നകി ലമുബാറകതുൻ, തീർച്ചയായിട്ടും നീ ഒരു ബറക്കത്താക്കപ്പെട്ട സമൃദ്ധിയാക്കപ്പെട്ട മകള് തന്നെയാണ് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാഷയിൽ. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് ആയത്തു തയമ്മും ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുഖറബുൽ അംലാക്ക് ജിബ്രീൽ മുഖേന ഓതി കേൾപ്പിക്കുന്നത്. അത് ഹിജ്റയുടെ 6 അതല്ലെങ്കിൽ 7-ാം വർഷത്തിലായിരുന്നു എന്ന് ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. മുസന്നിഫ് റഹിമഹുള്ള പറയുന്നു, യുതയമ്മമു, തയമ്മും ചെയ്യപ്പെടണം, അനിൽ ഹദസൈനി, 2 അശുദ്ധിയെ തൊട്ടും. 2 അശുദ്ധി എന്ന് പറഞ്ഞാൽ വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും. ലി ഫഖ്ദി മാഇൻ, വെള്ളം ഇല്ലാതെയാക്കപ്പെട്ടതിന് വേണ്ടി. വ ഖൗഫി മഹ്ദൂരിൻ,
മാരകമായ ഭവിഷ്യത്തുകളെ ഭയപ്പെട്ടതിന് വേണ്ടി മിൻ ഇസ്തിഅമാലി വെള്ളം ഉപയോഗിക്കലിനാൽ എന്തുകൊണ്ട് തയമ്മും ചെയ്യപ്പെടണം? ബിതുറാബിൻ തഹൂരിൻ തഹൂറായ മണ്ണ് കൊണ്ട് എന്ന് പറഞ്ഞാൽ മുതനജ്ജിസോ അതല്ലെങ്കിൽ മുസ്തഅമലോ ആയ മണ്ണാവാൻ പാടില്ല. തഹൂറായ മണ്ണ് കൊണ്ടായിരിക്കണം. ലഹു ഗുബാറുൻ എങ്ങനത്തെ മണ്ണായാലും ഒരു മണ്ണിനിക്ക് പൊടി ഉണ്ടായിരിക്കുകയും വേണം. ഇവിടെ മുസന്നിഫ് റഹിമഹുല്ലാ പറഞ്ഞത് തയമ്മുമിന്റെ 2 കാരണങ്ങൾ ഇവിടെ വ്യക്തമാക്കുന്നുണ്ട്. ലി ഫഖ്ദി മാഇൻ വ ഖൗഫി മഹ്ദൂരിൻ എന്നുള്ള ഇബാറത്തിലൂടെ. ലി ഫഖ്ദി മാഇൻ എന്ന് പറഞ്ഞാൽ വെള്ളം ഇല്ലാതെയാക്കപ്പെട്ടതിന് വേണ്ടി, വെള്ളം ഇല്ലാതെയാക്കപ്പെട്ടതിന് വേണ്ടി തയമ്മും ചെയ്യപ്പെടണം എന്ന് പറഞ്ഞാൽ വെള്ളം ലഭിക്കാത്ത ഒരു അവസ്ഥ വന്നു. അദ്ദേഹം ഏതോ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുകയാണ്. ആ സമയത്ത് വെള്ളം തീരെയില്ല, ഒരു നിലക്കും വെള്ളം ലഭിക്കുന്നില്ല. യാതൊരു കിണറുകളോ മറ്റു മരുഭൂമിയല്ലേ. അപ്പൊ അവിടെ വെള്ളം ലഭിക്കാത്ത ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അതാണ് വെള്ളം ഇല്ലാതെയാക്കപ്പെട്ടു. അതിന് ഹിസ്സിയായ സബബ് എന്ന് പറയുന്നത് പറഞ്ഞാൽ അസ്ലൻ നിലക്ക് തന്നെ വെള്ളം ഇല്ല. വഖൗഫി മഹ്ദൂരിൻ മാരകമായ ഭവിഷ്യത്തുകളെ ഭയപ്പെട്ടതിന് വേണ്ടി. ഇവിടെ യഥാർത്ഥത്തിൽ വെള്ളമുണ്ടായിരിക്കും, പക്ഷേ ആ വെള്ളം ഇദ്ദേഹം ഉപയോഗിക്കുകയാണ് എങ്കിൽ മാരകമായ രോഗങ്ങൾ അദ്ദേഹത്തിനിക്ക് അനുഭവപ്പെടും, മരിക്കാൻ സാധ്യതയുണ്ടാകും. അതല്ലെങ്കിൽ അദ്ദേഹം ഉപയോഗിക്കുന്നത് നിമിത്തം അദ്ദേഹത്തിനിക്ക് ഉള്ള രോഗം വർദ്ധിക്കും. അതല്ലെങ്കിൽ മോശപ്പെട്ട വല്ല കലകളും വല്ല വിഷയങ്ങളും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ വന്നു ചേരും. ഇതിന് ശർഈയായ സബബ് എന്ന് പറയും. അപ്പൊ എന്തായാലും ഈ 2 കാരണങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ തയമ്മും ചെയ്യപ്പെടണം. ബിതുറാബിൻ മണ്ണ് കൊണ്ട്. അപ്പൊ തീരെ വെള്ളമില്ല, അതല്ലെങ്കിൽ ഉള്ള വെള്ളം ഇദ്ദേഹം ഉപയോഗിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ശാരീരികമായ പല ബുദ്ധിമുട്ടുകളും അദ്ദേഹത്തിനേക്ക് വന്നു ചേരും എന്നുണ്ട് എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? തയമ്മും ചെയ്യപ്പെടണം. മറ്റൊരു രൂപം കൂടി എന്തുണ്ട് ശർഈയായ നിലക്കുണ്ടാകാം. ഉദാഹരണം പറഞ്ഞാൽ വെള്ളമുണ്ട്, പക്ഷേ ആ വെള്ളം കുടിക്കാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട വെള്ളമാണ്. ഒരു സ്ഥലത്ത് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വെള്ളമുണ്ട്, പക്ഷെ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കുടിക്കാൻ വേണ്ടി മാത്രമാണ്, ഇതിൽ നിന്നും വേറൊരു പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല എന്ന് എഴുതി വെച്ചു എന്ന് പറഞ്ഞാൽ അത് വഖഫ് ആ രൂപത്തിലാണ് എങ്കിൽ അതുകൊണ്ട് പാടില്ല. അപ്പൊ തയമ്മും ചെയ്യണം. അതല്ലെങ്കിൽ അദ്ദേഹത്തിനിക്ക് വെള്ളം വിൽപ്പനക്കുണ്ട്, പക്ഷേ വാങ്ങുമ്പോൾ വില, ഒരു ബോട്ടൽ വെള്ളത്തിന് സാധാരണ 1 രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് ഇത് 10 രൂപയാണ്. ഈ രൂപത്തിലേക്ക് വില അമിതമായിട്ടുണ്ട്, സമന മിസ്ലിനേക്കാളും കൂടുതലാണ് എങ്കിൽ ആ സമയത്തും അദ്ദേഹം ആ വെള്ളം വാങ്ങണം എന്നില്ല. വാങ്ങണ്ടെന്നല്ല പറഞ്ഞത്, വാങ്ങണം എന്നില്ല, നിർബന്ധമല്ല. അദ്ദേഹത്തിനിക്ക് എന്ത് ചെയ്യാം? തയമ്മും എന്നുള്ള ബദൽ സംവിധാനത്തിലേക്ക് നീങ്ങാവുന്നതാണ്. എന്തുകൊണ്ട് ബിതുറാബിൻ മണ്ണ് കൊണ്ടായിരിക്കണം തയമ്മും ചെയ്യേണ്ടത്? മണ്ണ് കൊണ്ടായിരിക്കണം. എങ്ങനത്തെ മണ്ണ്? ലഹു ഗുബാറുൻ, അത് പൊടിയുള്ള മണ്ണായിരിക്കണം. ഇത് തയമ്മുമിന്റെ ആദ്യം നാം നേരത്തെ പറഞ്ഞത് 2 കാരണങ്ങളാണ്. എന്നാൽ ഇത് തയമ്മുമിന്റെ ഷർത്തുകളാണ്. മണ്ണ് തന്നെയാവണം, അതുപോലെ തന്നെ തഹൂറായ മണ്ണാവണം, അതുപോലെ ഗുബാർ പൊടി മണ്ണാവുകയും വേണം. മണ്ണ് എന്ന് പറഞ്ഞാൽ അവിടെ മണ്ണ് തന്നെയാവണം, തഹൂറായ മണ്ണായിരിക്കണം. നമുക്കറിയാം ആയത്ത് തയമ്മുമിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് വഇൻ കുൻതും മർളാ ഔ അലാ സഫരിൻ ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി
നിങ്ങൾ രോഗികളാണെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ വഇൻ കുൻതും മർദാ ഔ അലാ സഫരിൻ യാത്രയിലാണ്, ഔ ജാഅ അഹദും മിൻകും മിനൽ ഗായിതി മലമൂത്ര വിസർജനത്തിൽ നിന്നും നിങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ വുളു മുറിയാലോ. അങ്ങനെ വുളു മുറിഞ്ഞാൽ, ഔ ലാമസ്തുമുൻ നിസാഅ നിങ്ങൾ സ്ത്രീ മഹ്റമീങ്ങളല്ലാത്ത സ്ത്രീകളെ സ്പർശിച്ചു, അറിയാതെ അറിഞ്ഞോ, എങ്ങനെ ആവട്ടെ, ഫലം തജിദൂ മാഅൻ അങ്ങനെ നിങ്ങൾ വെള്ളം അന്വേഷിച്ചു. അതങ്ങനെയാണല്ലോ, അതവിടെ പറയേണ്ട ആവശ്യമില്ല, അത് സ്വാഭാവികമാണ് അന്വേഷിക്കുക എന്നുള്ളത്. കാരണം വെള്ളമില്ലെങ്കിൽ നാം ചുറ്റുഭാഗത്തോ അതല്ലെങ്കിൽ അതിൻ്റെതായ പരിധിയിലൊക്കെ നിന്ന് അന്വേഷിക്കുക സ്വാഭാവികമാണ്. ഫലം തജിദു എന്നിട്ട് നിങ്ങൾ ഫലം തജിദു മാ വെള്ളം നിങ്ങൾ എത്തിച്ചതുമില്ല എങ്കിൽ ഫലം തജിദു മാഅൻ ഫതയമ്മമു സഈദൻ തയ്യിബാ ഫതയമ്മമു നിങ്ങൾ കരുതണം സഈദൻ മണ്ണിനെ. ഫറാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സഈദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വഹുവ തുറാബ് മണ്ണ്. എങ്ങനത്തെ മണ്ണായിരിക്കണം? തയ്യിബൻ തയ്യിബായ മണ്ണ്, സസ്യലതാദികൾ മുളക്കാൻ പര്യാപ്തമായ മണ്ണായിരിക്കണം. അതാണ് സഈദിന്റെ അർത്ഥം. മാ യംബുതു അലൈഹി അന്നബാത്ത്. കാരണം വൽ ബലദു തയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി. തയ്യിബായ ബലദ് എന്ന് പറഞ്ഞാൽ എന്താണ്? യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി, അല്ലാഹുവിന്റെ ഇദ്നോടുകൂടെ സസ്യലതാദികൾ മുളക്കാൻ കഴിയുന്ന പര്യാപ്തമായ ഒന്നിനാണ് എന്തു പറയാ? തയ്യിബായ ബലദ്. അപ്പൊ ഇവിടെ ഫതയമ്മമു സഈദൻ നിങ്ങൾ കരുതണം മണ്ണിന്. എങ്ങനത്തെ മണ്ണ്? തയ്യിബൻ സസ്യലതാദികൾ മുളക്കാൻ പറ്റുന്ന മണ്ണെന്നെ ആവണം. അപ്പൊ എന്തു പാടില്ല? പാറ പറ്റൂല എന്ന് മനസ്സിലായി. പാറന്റെ മുകളിൽ ഒന്നും മുളക്കൂല. ഇനി നമുക്ക് മുളച്ചു വല്ല ഇത്തിക്കണ്ണിയും മുളച്ചു പൊന്തുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് പാറന്റെ മുകളിലുള്ള അല്പം മണ്ണുണ്ടായിരിക്കും. ആ മണ്ണിൽ നിന്നാണ് മുളക്കുന്നത്. എന്തായാലും പാറയോ അതല്ലെങ്കിൽ പാറപ്പൊടിയോ ഒന്നും എന്തിനു പറ്റൂല? തയമ്മും ചെയ്യാൻ പറ്റുന്നതല്ല. തനിച്ച മണ്ണൻ തന്നെ ആയിരിക്കണം. ഇതാണ് ശാഫിഈ മദ്ഹബിലുള്ള അഭിപ്രായം. ശാഫിഈ മദ്ഹബ് ഇതാണ്. ഫതയമ്മമു സഈദൻ തയ്യിബാ. അപ്പൊ അങ്ങനെ തുറാബായിരിക്കണം. അതുപോലെ തഹൂറായ മണ്ണായിരിക്കണം, ശുദ്ധിയുള്ളതാവണം. മുതനജ്ജിസായ മണ്ണ് പറ്റൂല. അതുപോലെ തന്നെ ഏത് മണ്ണും പറ്റൂല? നാം തയമ്മും ചെയ്തപ്പോൾ നിലത്തേക്ക് വീണ് മുസ്തഅമലായ, കയ്യിൽ നിന്നും ഉപയോഗിച്ചതിന് ശേഷം കൊഴിഞ്ഞു വീണ മണ്ണ്, അത് മുസ്തഅമലാണ്. ആ മുസ്തഅമലായ മണ്ണും പറ്റുന്നതല്ല. മാത്രമല്ല ലഹു ഗുബാറുൻ അതിനേക്ക് പൊടിയുണ്ടായിരിക്കണം, പൊടി മണ്ണാവണം. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ മണ്ണ് വെള്ളം കൊണ്ട് നനച്ചു കഴിഞ്ഞാൽ, വെള്ളം കൊണ്ട് നനക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലും തയമ്മും ചെയ്യാലോ. ആ സമയത്ത് ആ കൊണ്ടുവന്ന മണ്ണ്, ഇപ്പൊ തയമ്മും ചെയ്യാൻ വേണ്ടി നാം മണ്ണ് കൊണ്ടുവന്നിരുന്നു. ആ കൊണ്ടുവന്ന മണ്ണിലേക്ക് കുട്ടികൾ വെള്ളം തട്ടിമറിച്ചു. കുട്ടികൾ എന്ന് പറയേണ്ട, അല്ലെങ്കിൽ വലിയ ആളുകൾ തന്നെ ആവട്ടെ, ആരുടെയും കയ്യിൽ നിന്ന് വെള്ളം അതിലേക്ക് വീണു. അങ്ങനെ എന്ത് ചെയ്തു? മണ്ണ് വെള്ളവുമായി കലർന്നു, അത് നനഞ്ഞ മണ്ണായി. അങ്ങനെ നനഞ്ഞ മണ്ണായി കഴിഞ്ഞാൽ പിന്നെന്ത് പറ്റൂല? അതുകൊണ്ട് വുളൂ ചെയ്യാൻ പറ്റൂല. ഇത് ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ളത്. കാരണം ഈ തയമ്മും ചെയ്യുമ്പോ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? സ്വഹിയായ സ്ഥലം കഴുകണം എന്ന് ശേഷം വരുന്നുണ്ട്. അപ്പൊ കഴുകാൻ വേണ്ടി വെള്ളം അടുത്ത് കൊണ്ടുവന്നിരുന്നു, മുറിവില് പകരം തയമ്മും ചെയ്യാൻ മറ്റു മണ്ണും കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ഈ മണ്ണിലേക്ക് വെള്ളം ഒഴുകി മണ്ണ് നനഞ്ഞു. എന്നാൽ ഇനിയിപ്പോ ഈ മണ്ണോട് തന്നെ തേമ്പ് എന്ന് പറഞ്ഞിട്ട് ശരീരം മുഴുവനും അങ്ങോട്ട് തടവിക്കഴിഞ്ഞാൽ അത് പറ്റുന്നതല്ല, തയമ്മും സ്വഹിയാകുന്നതല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലഹു ഗുബാറുൻ പൊടി മണ്ണായിരിക്കണം. ഇത് മുസന്നിഫ് റഹിമഹുല്ല ഇവിടെ ഏതാനും ചില ഷർത്തുകളാണ് പറഞ്ഞത്. എന്നാൽ തയമ്മും വുളൂഇനെ പോലല്ല. വുളൂഇന് 5 ഷർത്താണുള്ളത്, തയമ്മുമിന് 10 ഷർത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒന്ന് നാം മനസ്സിലാക്കണേ. എന്ത്? ഇപ്പൊ മുസന്നിഫ് പറഞ്ഞത് മണ്ണ് കൊണ്ടായിരിക്കണം. അത് ഏത് നിറമാണെങ്കിലും പ്രശ്നമല്ല. വെളുത്ത മണ്ണോ അതല്ലെങ്കിൽ ചുവന്ന മണ്ണോ അല്ലെങ്കിൽ കറുത്ത മണ്ണോ അല്ലെങ്കിൽ മഞ്ഞ മണ്ണോ, ഏത് രൂപത്തിലാവട്ടെ, ഏത് നിറമാണെങ്കിലും പ്രശ്നമല്ല, മണ്ണായിരിക്കണം എന്ന് മാത്രമാണ്. അത് മുസന്നിഫ് റഹിമഹുല്ല പറഞ്ഞു.
മറ്റൊന്ന് വഅയ്യകൂന താഹിറൻ, ശുദ്ധിയുള്ളതാവണം. അത് മുസന്നിഫ് റഹിമഹുള്ള പറഞ്ഞു. പിന്നെ മുസ്തഅമലാവാൻ പാടില്ല, മൂന്നാമത്തെ ഷർത്ത്. അത് മുസന്നിഫ് റഹിമഹുള്ള പറഞ്ഞു. മറ്റൊരു ഷർത്ത് എന്ത്? അതിനോട് പൊടികൾ, മറ്റേതെങ്കിലും പൊടികൾ ചേരാൻ പാടുള്ളതല്ല. ഇപ്പോ മണ്ണുണ്ടായിരുന്നു, മണ്ണിനോട് കൂടെ കുറച്ച് മൈദപ്പൊടിയും ചേർത്തു, അങ്ങനെ പറ്റുമോ? അങ്ങനെ പാടുള്ളതല്ല. അപ്പൊ ആ മണ്ണിന്റെ സാധുത നഷ്ടപ്പെടുന്നതാണ്. അതുപോലെ തന്നെ മണ്ണിനെ കരുതുകയും വേണം. എന്ന് പറഞ്ഞാൽ മണ്ണ് നമ്മുടെ ഉദ്ദേശത്തോടുകൂടെ തന്നെയാണ് മണ്ണ് എടുക്കേണ്ടത്. അതല്ലാതെ ഇപ്പൊ ഒരാള് തയമ്മും ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഉദ്ദേശമുണ്ട്, അദ്ദേഹത്തിനിക്ക് രോഗിയാണ്, പക്ഷേ കാറ്റടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുഖത്തിലേക്ക് അല്പം മണ്ണ് വന്നു, അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് ഇനി തടവാന്ന് കരുതിയാലോ? അങ്ങനെ പറ്റുന്നതല്ല, അത് സ്വഹിയാകുന്നതല്ല. അതുപോലെ തന്നെ അവന്റെ മുഖവും കൈയും തടവേണ്ടത് 2 അടി കൊണ്ടാണ്. 2 അടി എന്ന് പറഞ്ഞാൽ തയമ്മും ചെയ്യുമ്പോ ആദ്യം ഒന്നെന്ത് ചെയ്യണം? ആ മണ്ണിൽ 2 കൈ കൊണ്ടും അടിക്കണം. അതുകൊണ്ട് മുഖം തടവി. ആ മുഖം തടവിയതിന് ശേഷം രണ്ടാമത്തെ ഒരു അടിയും കൂടെ 2 കൈയിനും വേണ്ടി അടിക്കേണ്ടതുണ്ട്. അതാണ്. അതുപോലെ മറ്റൊരു ഷർത്താണ് എന്ത്? ആദ്യമായിട്ട് ശരീരത്തിലുള്ള നജസ്സുകളെ നീക്കം ചെയ്യേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കണം. ഇത് വുളൂവിനില്ലാത്തൊരു ഷർത്താണ്. വുളൂവിലൊന്നുമില്ലാത്ത പ്രത്യേകമായ ഷർത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഇത് മനസ്സിലാക്കണം. നജസ്സിനെ തൊട്ടെന്ത് ചെയ്യണം? ആദ്യമായിട്ട് ശരീരം മുഴുവനും എന്താവണം? വൃത്തിയാവേണ്ടതുണ്ട്. കാരണം ഇദ്ദേഹത്തിനിപ്പോ വെള്ളം ഇല്ലാത്ത സമയത്ത് തയമ്മും ചെയ്യുമ്പോൾ പിന്നെ എങ്ങനെയാണ് ഇപ്പൊ നജസ് നീക്കുക എന്നൊരു സംശയം ഉണ്ടാവും. അതും കൂടെ പറയാം. അതായത് ഇവിടെ പറഞ്ഞത് ഇപ്പൊ എന്താണ്? നമ്മൾ തയമ്മും ചെയ്യുന്നത് 2 കാരണങ്ങളുണ്ട്. ഒരു കാരണം വെള്ളം തീരെ ഇല്ല. അപ്പൊ ഈ ഒരു സാഹചര്യം, അപ്പൊ ഒരാള് തീരെ വെള്ളം ഇല്ലാത്ത ഒരു സാഹചര്യമാണ്, വെള്ളം ലഭിക്കാനേ ഇല്ല, പക്ഷെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ നജസുണ്ട്. ഈ സമയത്ത് ഇദ്ദേഹം തയമ്മും ചെയ്താൽ തയമ്മും സ്വഹിയാവോ ഇല്ലേ? അതൊരു വിഷയമാണല്ലോ. കാരണം തയമ്മുമിന്റെ ഒരു ഷർത്താണ് ശരീരത്തിലുള്ള നജസുകളെ നീക്കം ചെയ്യുക എന്നുള്ളത്. അപ്പൊ ഇദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇവിടെ തീരെ വെള്ളമല്ല, ശരീരത്തിൽ നജസുണ്ട്. ഇവിടെ ഇപ്പൊ നിസ്കാരത്തിന് സമയമായിട്ടുണ്ട്, എന്ത് ചെയ്യണം? വുളൂ ചെയ്യാൻ ഏതാനും വെള്ളമല്ല. അപ്പൊ തയമ്മും ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുമ്പോൾ തയമ്മും ചെയ്യണമെന്ന് ഉദ്ദേശിച്ചപ്പോഴാണ് ശരീരത്തിൽ നജസുള്ളത്. അപ്പൊ തയമ്മുമിന്റെ ഷർത്താണ് എന്ത്? ആദ്യമായിട്ട് നജസ് നീക്കണം. അപ്പൊ നജസ് നീക്കാൻ അവിടെ വെള്ളമല്ല, പിന്നെ എന്തുകൊണ്ട് ഈ നജസ് നീക്കും? അപ്പൊ നജസ് നീക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്നു. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യണം? ഇവിടെ ഇദ്ദേഹത്തിന് തീരെ വെള്ളമില്ലാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പൊ എന്ത് ചെയ്യണം? മഹാനായ ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ, ഇവിടെ പണ്ഡിതന്മാർക്ക് 2 അഭിപ്രായമുണ്ട്. ഇബ്നു ഹജർ തങ്ങൾ പറയുന്നു, അവിടെ എന്ത് ചെയ്യണം? അദ്ദേഹം തയമ്മും ചെയ്തുകൊണ്ട് നിസ്കരിക്കണം. ആ സമയത്തെ ബഹുമാനിച്ചുകൊണ്ട് തയമ്മും ചെയ്തുകൊണ്ട് നിസ്കരിക്കണം. എന്നിട്ടോ നിസ്കാരം ഖളാ വീട്ടുകയും വേണം. എന്നാൽ റംലി ഇമാമ് പറയുന്നു, അല്ല, ഇദ്ദേഹം തയമ്മും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം തയമ്മും ചെയ്താൽ സ്വഹിയാവൂല. കാരണം നജസ് നീക്കണ്ട, നജസ് നീക്കാൻ വെള്ളമല്ലല്ലോ. ആ സമയത്ത് അദ്ദേഹം ഫാഖിദു തഹൂറൈനി എന്ന് പറഞ്ഞാൽ തയമ്മും വുളൂവും ചെയ്യാതെ നിസ്കരിക്കണം. പിന്നെന്ത് ചെയ്യണം? നിസ്കാരം മടക്കണം. അപ്പോ എങ്ങനെയായാലും നിസ്കാരം മടക്കണം എന്നുള്ള വിഷയത്തിൽ ഏകപക്ഷീയമായ അഭിപ്രായമാണ്. ഇനി തയമ്മും ചെയ്യണോ വേണ്ടയോ എന്നുള്ള വിഷയത്തിൽ മാത്രമാണ് അഭിപ്രായാന്തരമുള്ളത് എന്ന് നാം മനസ്സിലാക്കണം. ഇതിപ്പോ പറഞ്ഞത് എവിടെയാണ്? തീരെ വെള്ളമില്ലാത്ത സമയത്താണ്. ഇനി വെള്ളമുണ്ട് എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? ആ വെള്ളം കൊണ്ട് എന്ത് ചെയ്യണം? ശരീരത്തിന്റെ ഭാഗങ്ങളിലുള്ള നജസുകളെ ആദ്യമായിട്ട് നീക്കം ചെയ്യണം. അതുപോലെ ഖിബിലയിൽ ഇജ്തിഹാദ് ചെയ്യുകയും വേണം. എന്ന് പറഞ്ഞാൽ ഖിബില അറിയാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ അദ്ദേഹം എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് അറിയുന്ന രൂപത്തിലുള്ള ഒരു ഇജ്തിഹാദ്, അതല്ലെങ്കിൽ ഖിബില അറിയുന്ന ആളുകളോട്, ആ പ്രദേശക്കാരോടൊക്കെ ചോദിച്ചുകൊണ്ട് ഖിബിലയെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അത് എന്നിട്ടായിരിക്കണം എന്ത് ചെയ്യേണ്ടത്? അപ്പോ ആദ്യമായിട്ട് ഖിബിലക്കൊന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കണം തയമ്മും ചെയ്യേണ്ടത് എന്ന് ചുരുക്കം.
അതുപോലെ തന്നെ തയമ്മും സമയം പ്രവേശിച്ചതിന് ശേഷമായിരിക്കണം. നാം വുളൂ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ആർക്ക്? നിത്യാശുദ്ധിയുള്ളവന്, ബ്ലീഡിംഗ് അതല്ലെങ്കിൽ മൂത്രവാർച്ച അതുപോലത്തെ എന്തെങ്കിലും നിത്യാശുദ്ധിയുള്ള ആളുകൾ, അവർ സമയം പ്രവേശിച്ചതിന് ശേഷം വുളൂ ചെയ്യണം എന്ന് പറഞ്ഞു. ഇവിടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നിത്യാശുദ്ധിക്കാരനല്ലെങ്കിലും ആണെങ്കിലും എല്ലാ ആളുകളും എപ്പോഴും ചെയ്യേണ്ടത് എന്തുതന്നെയാണ്? തയമ്മും ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? സമയം പ്രവേശിക്കണം. അത് കാരണം അത് ബദൻ സംവിധാനാണ്. ലറൂറത്തിന്റെ സമയത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് തയമ്മും. അതുകൊണ്ട് തന്നെ ലറൂറത്ത് വരുന്ന എപ്പോഴാണ്? സമയം പ്രവേശിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? സമയം പ്രവേശിച്ചതിന് ശേഷമായിരിക്കണം അദ്ദേഹം തയമ്മും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഓരോ ഫർള് ഐനിനും ഓരോ തയമ്മും ചെയ്യേണ്ടതുണ്ട്. ളുഹ്ർ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അസ്ർ നിസ്കരിക്കുമ്പോ സമയം പ്രവേശിച്ചതിന് ശേഷം വേറെ ഒരു തയമ്മും കൂടെ ചെയ്യണം. ഇങ്ങനെ 10ഓളം ഷർത്തുകളാണ് തയമ്മുമിന് ഉള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉള്ളത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നീട് മുസന്നിഫ് റഹിമഹുള്ള പറയുന്നു, വഅർക്കാനുഹു, തയമ്മുമിന്റെ ഫർളുകൾ, നിയ്യത്തു ഇസ്തിബാഹത്തി സ്വലാത്തിൽ മഫ്റൂളത്തി, ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ അനുവദനീയമാക്കുന്നു എന്ന് കരുതുക. ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ അനുവദനീയമാക്കുന്നു എന്ന് കരുതണം. അതൊരു ഫർളാണ്. എന്ത്? നിയ്യത്ത്. നിയ്യത്ത് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ അനുവദനീയമാക്കുന്നു എന്നാണ് കരുതേണ്ടത്. അതല്ലാതെ ഇവിടെ എന്ത് പറ്റൂല, നമ്മള് വുളൂയിൽ പറഞ്ഞ ഒരു നിയ്യത്ത് എന്താണ്? ഞാൻ വുളൂ ചെയ്യുന്നു എന്നതുപോലെ ഇവിടെ ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ തയമ്മും സ്വഹീഹാവൂല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ ഞാൻ തയമ്മും ചെയ്യുന്നു എന്നോ അതല്ലെങ്കിൽ അശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ കരുതിയാൽ തയമ്മും സ്വഹീഹാകുന്നതല്ല. പിന്നെ ഇവിടെ കരുതേണ്ടത് എന്താണ്? ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ അനുവദനീയമാക്കുന്നു. അതല്ലെങ്കിൽ ഇങ്ങനെ പറ്റും, നിസ്കാരത്തെ അനുവദനീയമാക്കാൻ വേണ്ടി, ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ അനുവദനീയമാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു, അല്ലെങ്കിൽ അനുവദനീയമാകാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്നൊക്കെ കരുതാം. അതല്ലാതെ വെറും ഞാൻ തയമ്മും ചെയ്യുന്നു എന്നോ അതല്ലെങ്കിൽ അശുദ്ധിയെ ഉയർത്തുന്നു എന്നോ കരുതിയാൽ തയമ്മും സ്വഹീഹാകുന്നതല്ല. എങ്ങനെ? മഖ്റൂനതൻ ബിനഖ്ലി തുറാബി, മണ്ണ് നഖ്ല് ചെയ്യലിനോട് അന്വരിച്ചതായ സ്ഥിതിയിലാണ് നിയ്യത്ത് ചെയ്യേണ്ടത്. മണ്ണ് നഖ്ലിയ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മണ്ണ് നഖ്ലിയ എന്ന് പറഞ്ഞാൽ നാം റോട്ടിൽ പോയിട്ട് അതല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ നിന്നും മണ്ണ് എടുക്കുന്ന സമയം ആ നഖ്ലല്ല പറയുന്നത്, അതും നീക്കം ചെയ്യുക കൊണ്ടുവരിക എന്നൊക്കെ പറയാം. പക്ഷെ ഇവിടുത്തെ നഖ്ല് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തയമ്മും ചെയ്യാൻ വേണ്ടി നമ്മൾ ജാഹിസ് ആക്കിയ എന്ന് പറഞ്ഞാൽ തയ്യാർ ചെയ്ത മണ്ണ്, ആ മണ്ണിൽ നമ്മുടെ ഇരു കൈകളുടെ പള്ള കൊണ്ടും അടിക്കൂല. 2 അടി എന്ന് പറഞ്ഞാൽ, ഈ 2 അടി എന്ന് പറഞ്ഞാൽ ഈ തടവാൻ വേണ്ടി ആ മണ്ണിൽ അടിക്കുക എന്ന് തന്നെ അതിന് പറയാം. ആ അടി, ആ 1ഉം 2ഉം, അപ്പൊ 1ാമത്തെ അടി അതാണ് മുഖം, 1ാമത്തെ എന്നാണ് കഴുകല്. ആ സമയത്ത് എന്ത് ചെയ്യണം? ആ സമയത്ത് നിയ്യത്ത് ചെയ്യുക. അതാണ് നിയ്യത്ത് ചെയ്യുക എന്ന് പറഞ്ഞത്. എന്നിട്ടോ വാർക്കാനുഹു നിയ്യത്തു ഇസ്തിബാഹത്തി സ്വലാത്തിൽ മഫ്റൂളത്തി മഖ്റൂനതൻ ബിനഖ്ലി തുറാബി വമസ്ഹു വജ്ഹിഹി സുമ്മ യദൈഹി, അവന്റെ മുഖവും പിന്നീട് 2 കൈകളും തടയുക. ഇതും എന്താണ്? ഫർളാണ്. ഇതും ഫർളാണ്. അപ്പൊ എത്ര ഫർള്? 1 നിയ്യത്ത്. നിയ്യത്ത് കരുതേണ്ടത് എങ്ങനെയാണ്? ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ ഞാൻ അനുവദനീയമാക്കുന്നു എന്ന് നിയ്യത്ത് തരിക. ആ നിയ്യത്ത് വെച്ചാൽ പിന്നെന്തില്ല, സംശയിക്കേണ്ട ആവശ്യമില്ല. ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ ഞാൻ അനുവദനീയമാക്കുന്നു എന്ന് ഒറ്റ നിയ്യത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആ നിയ്യത്തിൽ ചെയ്താൽ മതിയല്ലോ. ആ നിയ്യത്ത് ചെയ്താൽ അതുകൊണ്ട് പിന്നെ സുന്നത്ത് നിസ്കരിക്കാൻ പ്രശ്നമല്ലല്ലോ. വമസ്ഹു വജ്ഹിഹി സുമ്മ യദൈഹി, അവന്റെ മുഖവും 2 കൈകളും ആ മണ്ണ് കൊണ്ട് അവൻ തടവുക. അപ്പൊ ആദ്യം 1ാമത്തെ അടി, ആ അടിന്റെ ശേഷം എന്ത് ചെയ്യുക?
മുഖം തടവുക. രണ്ടാമത്തെ അടി അതിന് ശേഷം എന്ത് ചെയ്യുക? ഇരു കൈകളും തടവുക. വലൗ തയക്കന മാഉൻ, വെള്ളം ഉറപ്പായി കഴിഞ്ഞാൽ ഒരാൾക്ക് ആഖിറൽ വഖ്തി, സമയത്തിന്റെ അവസാനത്തിൽ, ഫന്തിദാറുഹു അഫ്ളലു, അപ്പൊ ആ വെള്ളത്തെ പ്രതീക്ഷിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. വഇല്ല, അങ്ങനെയല്ല എന്ന് പറഞ്ഞാൽ ആഖിറുൽ വഖ്തിലും വെള്ളം ലഭിക്കുമെന്ന് ഉറപ്പൊന്നുമില്ലെങ്കിൽ ഫതഅജീലു തയമ്മുമിൻ, തയമ്മുമിനെ എത്രയും പെട്ടെന്ന് ചെയ്യലാണ്, ഉളരിപ്പിക്കലാണ് അഫ്ളൽ. ഇപ്പൊ പറഞ്ഞ കാര്യം, ഒരാൾക്ക് വെള്ളം ഇപ്പോഴില്ല എന്ന് പറഞ്ഞാൽ വെള്ളക്ഷാമം കൊണ്ട് വെള്ളം കൊണ്ടുവരുന്ന ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വാഹനം വന്നിട്ടില്ല, അല്പം നേരം കഴിഞ്ഞാൽ ളുഹറിന് ബാങ്ക് കൊടുത്തു, ഇൻഷാ അല്ലാഹ് അസ്റിന്റെ മുമ്പായിട്ട് അവസാന വക്തിലെങ്കിലും ഈ വെള്ളം വാഹനം വരും എന്ന് ഇദ്ദേഹത്തിന് ഉറപ്പുണ്ട്, വല്ല ഖരീനത്ത് കൊണ്ടും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അഫ്ളൽ എന്താണ്? അഫ്ളലാട്ടോ ശ്രേഷ്ഠത. അതെന്താണ്? വെള്ളം വരുന്നത് വരെ പ്രതീക്ഷിക്കലാണ്. ഇനിയോ അങ്ങനെയൊന്നും പ്രതീക്ഷയൊന്നുമില്ല അദ്ദേഹത്തിന്, അങ്ങനെയാണ് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ തയമ്മും ചെയ്ത് നിസ്കരിക്കലാണ്. അതുപോലെ നമ്മൾ 2 അടി അടിക്കുമ്പോൾ ഈ രണ്ടാമത്തെ അടിയിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതെന്താണ്? രണ്ടാമത്തെ അടി അത് നമ്മുടെ 2 കൈകളിലേക്കുള്ളതായത് കൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യണം? മോതിരണ്ടല്ലോ, ആ മോതിരം കയ്യുമുണ്ടെങ്കിൽ അത് ഊരി വെക്കുക തന്നെ വേണം, അത് നിർബന്ധ. കയ്യുമ മോതിരമുണ്ടെങ്കിൽ രണ്ടാമത്തെ അടിയിൽ ആ കൈയിന്റെ മോതിരം, കൈവിരലുകളിലുള്ള മോതിരം എന്ത് ചെയ്യണം? അഴിച്ചു വെക്കൽ നിർബന്ധമാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇനി പറയുന്നത് വഇദം തനഅ ഇസ്തിഅമാലുഹു ഫീ ഉദുവിൻ, വൈദം തനഅ ഇസ്തിഅമാലുഹു, ആ വെള്ളം ഉപയോഗിക്കൽ, വിലങ്ങൾ ശ്രദ്ധിച്ചാൽ, ഫീ ഉദുവിൻ, ഒരു അവയവത്തിൽ, വജബ തയമ്മുമുൻ, തയമ്മും നിർബന്ധമാണ്, വഗസ്ലുൻ സഹീഹുൻ, വജബ തയമ്മുമുൻ, തയമ്മും നിർബന്ധമാണ്, വഗസ്ലു സഹീഹിൻ, സഹീഹിനെ കഴുകലും നിർബന്ധമാണ്. സഹീഹ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനിക്ക് അവയവത്തിൽ നിന്നും സ്വഹീഹായ അനാരോഗ്യമായ അവയവങ്ങൾ എന്ന് പറഞ്ഞാൽ യാതൊരു വിഷമങ്ങളൊന്നുമില്ല, അവിടെ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത, രോഗങ്ങളൊന്നുമില്ല, മുറിവുകളൊന്നും ഇല്ലാത്ത അവയവം, ആ അവയവത്തെ കഴുകൽ നിർബന്ധ. വമസ്ഹു കുല്ലി സാതിരി, വമസ്ഹു കുല്ലി സാതിരി, മറ മുഴുവത്തിനെയും കഴുകലും തടവലും നിർബന്ധമാണ്. എങ്ങനത്തെ സാത്തിറാണ്? അല്ലാരി നസ്ഉഹു, അതിനെ ഊരൽ പ്രയാസകരമാകും, ബുദ്ധിമുട്ടാകും. എന്തുകൊണ്ട് തടവണം? ബിമാഇൻ, വെള്ളം കൊണ്ട്. വലാ തർത്തീബ ബൈനഹുമാ, അവ രണ്ടിന്റെയും ഇടയിൽ തർത്തീബില്ല. ലിജുനുബിൻ, ജനാബത്തുകാരനിക്ക് ഏത് രണ്ടിന്റെയും ഇടയിൽ? ഈ അവയവത്തെ സ്വഹീഹിനെ കഴുകുന്നതിന്റെയും അതുപോലെ ഈ തയമ്മും ചെയ്യുന്നതിന്റെയും ഇടയിൽ എന്തില്ല? തർത്തീബൊന്നും ആവശ്യമല്ല. ആർക്ക്? ജനാബത്തുകാരനിക്ക്. കാരണം ജനാബത്തുകാരന് ഒറ്റ അവയവമാണ്, അവന്റെ ശരീരം മുഴുവൻ എന്താണ്? ഒറ്റ അവയവമായിട്ടാണ് ജനാബത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഗണിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ പറഞ്ഞത് ഇത് വളരെ പ്രസക്തമായ ഒരു കാര്യങ്ങളാണ് നാം മനസ്സിലാക്കണം. സാധാരണ ഇപ്പോ വെള്ളം ഇല്ല, തീരെ വെള്ളമില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കാലത്ത് ഒരു പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ തീരെ വെള്ളമില്ലാത്തൊരു സമയമൊക്കെ വരും, അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ട്, അത് വേറെ വിഷയം. കാരണം മരുഭൂമിയിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ വളരെ പ്രയാസം തന്നെയാണ്. ചിലപ്പോൾ വെള്ളം ഉണ്ടാകൂല. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ മദ്ഹബ് അനുസരിച്ച് ചിലപ്പോൾ മണ്ണില്ലാത്ത അവസ്ഥ വരും. കാരണം പൊടിമണ്ണാവണം. മരുഭൂമിയിൽ ചിലപ്പോൾ മണലായിരിക്കും ഉണ്ടായിരിക്കുക, മണ്ണും കിട്ടൂല. അങ്ങനെയാകുമ്പോൾ ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്, അങ്ങനെയൊക്കെ വരുന്ന ഒരു സാഹചര്യം ലാ സമഹല്ലാഹ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവിടെ വേണമെങ്കിൽ ദറൂറത്തിന് വേണ്ടി നമുക്ക് ഹനഫി മദ്ഹബ് എടുക്കുന്നതിന് വിരോധമല്ല. ഹനഫി മദ്ഹബാണെങ്കിൽ അവിടെ മണ്ണുകൊണ്ടും അതുപോലെ കല്ലുകൊണ്ടും പാറ കൊണ്ടും മണൽ കൊണ്ടും ഒക്കെ പറ്റും വുളൂ ചെയ്യാന്, തയമ്മു ചെയ്യാന്. അപ്പൊ അങ്ങനെ ചില സന്ദിഗ്ധ ഘട്ടങ്ങളൊക്കെ വരികയാണെങ്കിൽ അങ്ങനെ ചെയ്യണം. അതല്ലെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും?
പിന്നെ ഇനി ഒന്നും കിട്ടാത്തില്ലാത്ത സമയമാണെങ്കിൽ അങ്ങനെ നിസ്കരിക്കുകയും പിന്നീട് നിസ്കാരം മടക്കേണ്ട ആവശ്യവും വരും. എന്ന് പറഞ്ഞാൽ ഫാഖിദു തഹൂറൈനി ആയിട്ട് നിസ്കരിക്കുകയും പിന്നീട് നിസ്കാരം മടക്കുകയും വേണം. ഇവിടെ ഇപ്പൊ പറഞ്ഞത് വെള്ളമില്ലാത്ത പ്രശ്നമല്ല, വെള്ളമൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് സാധാരണഗതിയിൽ ഇത് പല ആളുകൾക്കും സംഭവിക്കുന്നതാണ്. ചിലപ്പോൾ ശരീരത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ മുറിവേറ്റിട്ടുണ്ടാവും, അങ്ങനെ അത് തുന്നി, അതുപോലെ അതല്ലെങ്കിൽ ഒടിഞ്ഞതുകൊണ്ട് വെച്ച് കെട്ടിയിട്ടുണ്ടാകും, അതുപോലെ അതല്ലെങ്കിൽ നല്ല രോഗങ്ങൾ നിമിത്തം വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഡോക്ടർമാർ വിധി കൽപ്പിച്ചിട്ടുണ്ടാകും. ഇങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഒരു ഭാഗത്ത് നനക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ ഇന്ന് പല ആളുകൾക്കും ഇത് സംഭവിക്കുന്നുമുണ്ടാവാം. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് ചെയ്യേണ്ട കാര്യങ്ങൾ? എന്താണ്? ഒരാൾക്ക് ഒരു അവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പ്രയാസമാണ്, എന്നാൽ മറ്റുള്ള അവയവങ്ങളിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അദ്ദേഹം ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? ആദ്യമായിട്ട് അദ്ദേഹം ചെയ്യേണ്ടത് വുളൂ ചെയ്യണം. അതുപോലെ തന്നെ എന്ത് വേണം? ഇപ്പൊ വെച്ച് കെട്ടിയതാണ് എങ്കിൽ ആ വെച്ചുകെട്ടൽ അഴിക്കാൻ പ്രയാസകരവുമാണ്. ആ സമയത്ത് വെള്ളം കൊണ്ട് തടവുകയും വേണം. എന്നിട്ട് എന്ത് ചെയ്യണം? തയമ്മും ചെയ്യുകയും വേണം. ഉദാഹരണം പറഞ്ഞാൽ, ഒരാളുടെ മുഖത്ത് എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ വലതേ കവിൾ തടത്തിൽ ഒരു മുറിവ് സംഭവിച്ചിട്ടുണ്ട്. ആ സംഭവിച്ച മുറി സ്റ്റിച്ചുണ്ട്, അതുകൊണ്ട് തന്നെ അവിടെ പ്ലാസ്റ്റർ കൊണ്ട് അത് ഒട്ടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോ അദ്ദേഹം എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും എന്ത് ചെയ്യാം? പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു രൂപം പറയാം. അതായത് അദ്ദേഹം സാധാരണ വുളൂ ചെയ്യും പോലെ വുളൂ ചെയ്യുന്നേ എന്ന് പറഞ്ഞാൽ, സ്വഹീഹായ സ്ഥലങ്ങൾ ഒരുപാടുണ്ടല്ലോ, മുഖമല്ലാത്ത മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം അദ്ദേഹത്തിനേക്ക് എന്ത് ചെയ്യാം? വെള്ളം കൊണ്ട് കഴുകാൻ പറ്റുന്നതാണ് വുളൂവിന്റെ എല്ലാ അവയവങ്ങളും. മുഖത്തിലെ വലത്തെ കവിൾത്തടം മാത്രമാണ്, കവിൾത്തടത്തിൽ നിന്ന് ചില ഭാഗങ്ങളിൽ മാത്രമാണ് മുറിവേറ്റിട്ടുള്ളത്. ഈ സമയത്ത് അദ്ദേഹം ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് എന്താണ്? നജസ് അവന്റെ ശരീരത്തിന്റെ വല്ല ഭാഗത്തുണ്ടോ എന്ന് നോക്കണം. അതുപോലെ നിസ്കരിക്കാനുള്ള ഖിബ്ല, അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങളും, ഖിബ്ലയെ കുറിച്ചുള്ളൊരു ധാരണ ഉണ്ടാവുമല്ലോ. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ അറിയും, ഖിബ്ല എവിടെയാണെന്ന് അറിയും. ഇനി പറഞ്ഞാൽ അങ്ങനെ ഉണ്ടായിരിക്കണം. അതുപോലെ ശരീരത്തിന്റെ വല്ല ഭാഗങ്ങളിലും നജസ് ഉണ്ടെങ്കിൽ ആ നജസിനെ തയമ്മും ചെയ്യുന്നതിന്റെ മുമ്പ് തന്നെ നീക്കിക്കളയണം. അതിനുശേഷം എന്ത് ചെയ്യുക? അദ്ദേഹം ശരിക്കും വുളൂ ചെയ്യും പോലെ മുൻകൈയും അതുപോലെ വായിൽ വെള്ളം കുപ്പിളിക്കുക, അതൊക്കെ ചെയ്തു. ഇത് ചെയ്തതിന് ശേഷം ഇനി അദ്ദേഹത്തിന് മുഖം കഴുകണം. ഈ മുഖം കഴുകുന്ന മുഖത്താണ് എന്തുള്ളത്? ഇപ്പൊ മുറിവുള്ളത്. അപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? ഞാൻ പറഞ്ഞത് ഒറ്റ രൂപമാണ്, ഇത് പലതും ചെയ്യാം. ഇവിടെ ആദ്യം വേണമെങ്കിൽ ആ മുഖത്തുള്ള മുറിവിന് വേണ്ടി ഇനി തയമ്മും ചെയ്യാം അദ്ദേഹത്തിന്. അതല്ല, ഇനി ആദ്യമായിട്ട് എന്ത് ചെയ്യാം? മുഖം കഴുകുകയും ചെയ്യാം. ഏറ്റവും അഫ്ളല് പണ്ഡിതന്മാർ പറയുന്നത്, ഇങ്ങനത്തെ സാഹചര്യം വരുമ്പോൾ ആദ്യമായിട്ട് എന്ത് ചെയ്യണം? തയമ്മും ചെയ്യുക. കാരണം പിന്നീട് കഴുകുമ്പോൾ എന്ത് ചെയ്യും? തയമ്മും ചെയ്ത ആ മണ്ണുണ്ടെങ്കിൽ ആ മണ്ണ് എന്ത് ചെയ്യും? അങ്ങ് നീങ്ങാൻ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുക? തയമ്മും ചെയ്യാം. എന്നാൽ നജസൊക്കെ നീക്കണം, ഖിബ്ലയെ കുറിച്ചുള്ള ഒരു ധാരണയും വേണം. എന്നിട്ട് എന്ത് ചെയ്യാം? തയമ്മും ചെയ്യാവുന്നതാണ്. തയമ്മും ചെയ്യുമ്പോൾ ആദ്യമായിട്ട് മണ്ണിൽ അദ്ദേഹം എന്ത് ചെയ്യും? ഒരടി അടിക്കുകയും അതിനോട് കൂടെ തന്നെ നിയ്യത്ത് വെക്കുകയും വേണം. എന്ത്? ഫർളാക്കപ്പെട്ട നിസ്കാരത്തെ അനുവദനീയമാക്കുന്നു എന്ന് കരുതിയിട്ട് മുഖം തടവുക. ഇങ്ങനെ മുഖം തടവ് അങ്ങനെ തയമ്മും അദ്ദേഹം ചെയ്തു.
ഒന്നാമത്തെ അടി കൊണ്ട് മുഖത്തും രണ്ടാമത്തെ അടി കൊണ്ട് രണ്ട് കൈയും തടവി എന്ന് പറഞ്ഞാൽ തയമ്മും ചെയ്തു കഴിഞ്ഞു. ഈ തയമ്മും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അദ്ദേഹം എന്ത് ചെയ്യണം? മുഖം കഴുകേണ്ടതുണ്ട്. മുഖം ചെയ്യണം, കഴുകണം. മുഖം കഴുകുകയും അതുപോലെ തന്നെ ആ മുഖത്ത് സ്റ്റിച്ചുള്ള ഭാഗത്ത് പ്ലാസ്റ്ററുണ്ട്, അതിന് മുകളിൽ എന്ത് ചെയ്യണം? വെള്ളം കൊണ്ട് തടവണം. കഴിവിന്റെ പരമാവധി മുറിയില്ലാത്ത എല്ലാ സ്ഥലത്തും വെള്ളം കൊണ്ട് തന്നെ കഴുകിയതിന് ശേഷം എന്ത് ചെയ്യണം? വെള്ളം കൊണ്ട് അതിന്റെ മുകളിൽ തടവുകയും വേണം. അപ്പൊ തയമ്മും വേണം, അതിനോടുകൂടെ തന്നെ സ്വഹീഹായ ഭാഗങ്ങൾ കഴുകുകയും വേണം. മറയുള്ള ആ ഭാഗം അതിന്റെ മുകളിലൂടെ വെള്ളം കൊണ്ട് തടവുകയും വേണം. ഇങ്ങനെയാണ് തയമ്മും ചെയ്യേണ്ടത്. ഇനി ഇവിടെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട മറ്റൊരു നിയമം ഉണ്ട്. അതായത് ഇപ്പോ ഈ മുറിവുകൾ ഏറ്റ സ്ഥലങ്ങളിൽ ഒടിയുകയോ അതല്ലെങ്കിൽ കാല് മുറിവ് പറ്റുകയോ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഈ സന്നിഗ്ധ ഘട്ടങ്ങളിൽ ഇവിടെ 2-3 കാര്യങ്ങൾ മനസ്സിലാക്കാൻ. അതായത് ഇങ്ങനെ ഈ പ്ലാസ്റ്റർ വെച്ച് കെട്ടുന്ന സമയത്ത് ഈ മുറിവ് സംഭവിച്ചിട്ടുള്ളത് തയമ്മുമിന്റെ അവയവത്തിലാണ് എങ്കിൽ, ഇപ്പൊ തയമ്മുമിന്റെ ഖാസായ അവയവം ഏതാണ്? മുഖവും അവന്റെ 2 കൈകളും ഇതാണല്ലോ. എന്നാൽ വുളൂഇന്റെ അവയവത്തിൽ കൂടുതലുണ്ട്. എന്ത്? തല കൂടുതലാണ്, അതുപോലെ തന്നെ കാല് കൂടുതലാണ്, അല്ലേ? ആണ്. അപ്പൊ തയമ്മുമിന്റെ അവയവം എന്ന് പറഞ്ഞാൽ മുഖത്തും അതല്ലെങ്കിൽ 2 കൈകളിലാണ് മുറിയെങ്കിൽ അവിടെ അദ്ദേഹം തയമ്മും ചെയ്ത് നിസ്കരിച്ചാലും ശരി എന്ത് ചെയ്യണം? ആ നിസ്കാരം മടക്കൽ നിർബന്ധാണ്. എന്തുകൊണ്ട്? ഇവിടെ സംഭവിച്ചിട്ടുള്ളത് തയമ്മും അദ്ദേഹത്തിൽ നിന്നും ശരിക്ക് സ്വഹീഹായിട്ടില്ല, വുളൂഉം അതുപോലെ തന്നെ സ്വഹീഹായില്ല എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട്. കാരണം വുളൂ സ്വഹീഹാകണമെങ്കിൽ വുളൂഇന്റെ അവയവത്തിലാവണം. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മുഖത്തിന്റെ ഒരു ഉദാഹരണം. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ വുളൂഇന്റെയും അതുപോലെ തയമ്മുമിന്റെയും അവയവത്തിലാണ് മുറിയെങ്കിൽ അവിടെ തയമ്മും ചെയ്ത് നിസ്കരിക്കുകയും പിന്നീട് നിസ്കാരം മടക്കുകയും വേണം. ഇനി അതല്ല, കാരണം വുളൂഉം സ്വഹീഹായിട്ടില്ല യഥാർത്ഥത്തിൽ, അതുപോലെ വുളൂഇനെ തൊട്ടുള്ള ബദൽ സംവിധാനവും സ്വഹീഹായിട്ടില്ല, അതുകൊണ്ട് തന്നെ നിസ്കാരം മടക്കണം. അപ്പൊ മുഖത്ത് മുറിയായി അതല്ലെങ്കിൽ കയ്യിൽ മുറിയായി അതിന് തയമ്മും ചെയ്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് എന്ത് ചെയ്യണം? ആ മുറിയൊക്കെ മാറിയതിന് ശേഷം വെള്ളം ഉപയോഗിക്കാൻ കഴിവായതിനു ശേഷം അദ്ദേഹം നിസ്കാരം മടക്കി നിസ്കരിക്കണം. ഇനി അതല്ല, തയമ്മുമിന്റെ അവയവത്തിലല്ല മുറിവുള്ളത്, ഇപ്പൊ കാലിലാണ് എന്ന് വെക്കുക. അങ്ങനെ കാലിൽ നല്ല ബാൻഡേജ് ഇട്ടിട്ടുണ്ട്, കെട്ടിയിട്ടുണ്ട്. ആ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത് ആവശ്യത്തിന്റെ ഖദർ മാത്രമാണ്. ആവശ്യത്തിന്റെ ഖദർ മാത്രമാണ് എങ്കിൽ അവിടെ ശുദ്ധിയോടുകൂടെയാണ് വെച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കാലിന് മുറിയായി, ആ മുറിയായപ്പോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അത്രയും അവിടെ കെട്ടണം എന്ന് പറഞ്ഞപ്പോ ഇദ്ദേഹം വുളൂ ചെയ്തുകൊണ്ട് തന്നെയാണ് അത് കെട്ടിയിട്ടുള്ളത്. അങ്ങനെയാകുമ്പോൾ അദ്ദേഹം തയമ്മും ചെയ്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിസ്കാരം മടക്കേണ്ടതില്ല. ഇനി അതല്ല, ഇദ്ദേഹം ഈ കെട്ടിയ പ്ലാസ്റ്റർ അല്ലെങ്കിൽ ഈ കെട്ട് അല്പം കൂടുതലായിട്ടുണ്ട്, ആവശ്യത്തിനേക്കാളും കൂടുതലായിട്ട് കെട്ടിയിട്ടുണ്ട്. അതല്ല, ഇനി ആവശ്യത്തിന് വേണ്ടി തന്നെ ഉള്ളൂ, പക്ഷേ ശുദ്ധിയില്ലാത്ത രൂപത്തിലായിരുന്നു അദ്ദേഹം അത് പ്രവർത്തിച്ചത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം അല്ല പ്രവർത്തിക്കല്, നെയ്സന്മാരാണ് പ്രവർത്തിക്കല് അങ്ങനെ ചെയ്തിട്ടുള്ളത് എങ്കിലും എന്ത് ചെയ്യണം? തയമ്മും ചെയ്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നീട് നിസ്കാരം മടക്കണം. അപ്പൊ മടക്കാത്ത രൂപം വരുന്നത് ഒന്ന് തയമ്മുമിന്റെ അവയവം അല്ലാത്ത സ്ഥലങ്ങളിൽ മുറിവ് സംഭവിക്കുകയും ആവശ്യത്തിന്റെ ഖദർ അവിടെ വെച്ചുകെട്ടുകയും
അതിനോടുകൂടെ തന്നെ അത് തുഹറിന്റെ മേലുമാണ് എങ്കിൽ അപ്പോൾ നിസ്കാരം മടക്കേണ്ടതില്ല. അതുപോലെ തന്നെ ഇനി സ്വഹീഹായ സ്ഥലത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ മുറിവില്ലാത്ത സ്ഥലത്തിൽ നിന്നും ഒരു ഷൈഉം എടുത്തിട്ടില്ല. ആ മുറിവുള്ള സ്ഥലത്ത് അതേ പോയിന്റിൽ മാത്രം, അങ്ങനത്തെ സംവിധാനമൊക്കെ ഒപ്പം ഉണ്ടാവും, ആ സ്ഥലത്ത് മാത്രം ഒരു പ്ലാസ്റ്റർ ജസ്റ്റ് വെച്ചിട്ടുള്ളൂ എങ്കിൽ ആ സമയത്ത് പിന്നെന്ത് വേണ്ട, നിസ്കാരം മടക്കേണ്ട ആവശ്യമില്ല. അത് തുഹുറുണ്ടാവട്ടെ തുഹുറില്ലാതിരിക്കട്ടെ, തുഹുറിന്റെ മേൽ വെക്കട്ടെ തുഹുർ അല്ലാത്തതിന്റെ മേൽ വെക്കട്ടെ, എങ്ങനെയായാലും യാതൊരു പ്രശ്നമില്ല. എന്ത്, ആ സ്ഥലത്ത് മാത്രമാണ് എങ്കിൽ. അപ്പോ ഈ തുഹറിന്റെ മേലിൽ, ശുദ്ധിയുടെ മേലിൽ ഇത് വെച്ച് കെട്ടണം എന്ന് പറഞ്ഞത് എപ്പോഴാണ്? കൂടുതലായിട്ട് ഉണ്ട് എങ്കിൽ, വെച്ച് കെട്ടുന്ന ആ പ്ലാസ്റ്റർ ഇടുന്ന സ്ഥലം അല്പം മുറിവില്ലാത്ത സ്ഥലങ്ങളിലേക്കും വ്യാപകമായി വരുന്ന സമയത്താണ് തുഹറിന്റെ മേൽ വെച്ച് കെട്ടണം എന്ന് പറഞ്ഞത്. ഇപ്പൊ മുസ്ലിം റഹിമഹുല്ല പറയുന്നു, വലാ തെർത്തീബ ബൈനഹുമാ ലി ജുനുബിൻ, ജനാബത്തുകാരനിക്ക് എന്തില്ല, തെർത്തീബിന്റെ ആവശ്യമില്ല, ഒറ്റ അവയവാണ്. അപ്പൊ അവനിക്ക് ആദ്യം എന്ത് ചെയ്യാം, കുളിക്കാം, പിന്നെന്ത് ചെയ്യാം, സ്വഹീനൊക്കെ കഴുകിയതിന് ശേഷം പിന്നീട് തയമ്മും ചെയ്യാം. ഇനി ഫതയമ്മമാനി, രണ്ട് തയമ്മും വേണം. വജബ തയമ്മുമുൻ, അപ്പൊ ഫതയമ്മുമാനി, രണ്ട് തയമ്മും നിർബന്ധമാകും. അതായത് ഔ ഉളുവൈനി എന്നുണ്ട് അവിടെ, അതിന്റെ മുമ്പ് വജബ തയമ്മുമുൻ വഗസ്ലു സഹീഹിൻ വമസ്ഹു കുല്ലി സാതിരി ളാരി നസ്ഉഹു ബിമാഇൻ വലാ തർതീബ ബൈനഹുമാ ലിജുബിൻ ഔ ഉളുവൈനി, അല്ലെങ്കിൽ വൈദം തന ഇസ്തിഅമാലുഹു ഫീ ഉളുവിൻ ഔ ഉളുവൈനി, രണ്ട് അവയവത്തിൽ വെള്ളം ഉപയോഗിക്കാൻ പ്രയാസകരമായി, ബുദ്ധിമുട്ടായി കഴിഞ്ഞു, എന്നാൽ ഫതയമ്മുമാനി, രണ്ട് തയമ്മും ചെയ്യേണ്ടതുണ്ട്. രണ്ട് തയമ്മും ചെയ്യണം. ഇതിപ്പോ ആരെ സംബന്ധിച്ചാണ്? ജനാബത്തല്ലാത്തവനിക്കാണ്. കാരണം ജനാബത്തുകാരനിക്ക് ഒറ്റ അവയവമല്ലേ ഉള്ളൂ. അപ്പൊ ഇനി ജനാബത്തുകാരനെ സംബന്ധിച്ചിടത്തോളം ഇനി ശരീരത്തിന്റെ ഏത് ഭാഗത്ത് എത്ര മുറിയുണ്ടെങ്കിലും ഒരു പ്രശ്നമല്ല, ഒറ്റ തയമ്മും ചെയ്താൽ മതി. പക്ഷേ തയമ്മും ഇത് വുളൂ ചെയ്യുന്നവനാണ് എങ്കിൽ, ചെറിയ അശുദ്ധിക്കാരനാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം എത്ര അവയവമുണ്ട്? ഒരു വുളൂ ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം 4 അവയവങ്ങളുണ്ട്. ഏതൊക്കെ? 1 മുഖം, 2 കയ്യ്, തല, 2 കാല്. ഇതാണല്ലോ ഫർദിന്റെ. ഇവിടെ ഇപ്പൊ 2 കയ്യും അതുപോലെ 2 കാലും ഒറ്റ അവയവമായിട്ടാണ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് തെർത്തീബ് ചെയ്യൽ നിർബന്ധമായ അവയവങ്ങളാണ് ഈ സ്ഥലത്ത് എണ്ണപ്പെടുക. ശരിക്കും 6 അവയവമുണ്ട്, 6 അവയവം കഴുകണം. പക്ഷേ ഇവിടെ തയമ്മുമിൽ വുളൂ ചെയ്യുമ്പോ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കൂട്ടുന്ന അവയവങ്ങൾ 2 കൈയും ഒന്നായിട്ടാണ് കൂട്ടുക. കാരണം എന്തു വേണ്ട? രണ്ടിന്റെയും ഇടയിൽ തെർത്തീബ് വേണ്ട. അവിടെ തെഖ്ദീം, വലത്തേതിനെ മുന്തിക്കൽ എന്തു മാത്രമേ ഉള്ളൂ? സുന്നത്ത് മാത്രമേ ഉള്ളൂ. അപ്പൊ വലത്തെ കൈ കഴുകുന്നതിന് മുമ്പ് ഇടത്തെ കൈ കഴുകി എന്നുള്ളത് കൊണ്ട് എന്തില്ല, വിരോധമൊന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ 2 ഉളുവിന്റെ മേലിലാണ് എന്തുള്ളത്? മുറിവ് എങ്കിൽ ഫതയമ്മുമാനി, 2 തയമ്മും ചെയ്യണം. ഇപ്പൊ ഒരാളുടെ മുറിവുള്ളത് കാലിലും കയ്യിലുമാണ്, കാലിലും കയ്യിലുമാണ് മുറിവുള്ളത് എങ്കിൽ അദ്ദേഹം എന്തു ചെയ്യണം? അവിടെ തയമ്മും ചെയ്യുമ്പോൾ അദ്ദേഹം ഇങ്ങനെ ആദ്യമായിട്ട് വുളു എടുത്തു. അങ്ങനെ വുളു എടുത്തു വന്നപ്പോ എവിടെത്തി? കയ്യിന്റെ സ്ഥലത്തെത്തി. വലത്തെ കയ്യിലാണ് മുറിയെങ്കിൽ അവിടെ ആ സ്ഥലം എത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? തയമ്മും ചെയ്യുക. എന്താ പറയുക? സ്വഹീഹായ സ്ഥലങ്ങളൊക്കെ കഴുകി എല്ലാ നിലക്കും, അതുപോലെ സ്വഹീഹായ സ്ഥലം, മുറിവുള്ള സ്ഥലത്ത് വെള്ളം കൊണ്ടൊക്കെ തടവിയതിന് ശേഷം കയ്യിലെ മുറിക്ക് വേണ്ടിയിട്ട് ഒരു തയമ്മും ചെയ്യുക. അങ്ങനെ തയമ്മും ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടത് എന്താണ്? അദ്ദേഹം കാലല്ലേ കഴുകേണ്ടത്. കയ്യിന്റെയും കാലിന്റെയും ഇടയിൽ ഒരു തെർത്തീബുണ്ട്. 2 കയ്യിന്റെ ഇടയിൽ തെർത്തീബില്ല എന്നുള്ളൂ. പക്ഷെ കയ്യിന്റെയും കാലിന്റെയും ഇടയിൽ എന്ത് വേണം? തെർത്തീബ് ഉണ്ടായിരിക്കണം. അപ്പൊ ആദ്യം കയ്യിന് വേണ്ടി തയമ്മും ചെയ്തു. പിന്നീട് എന്ത് ചെയ്യണം? മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം കാല് കഴുകി
വൃത്തിയാക്കി അവിടെ മുറിവിന്റെ സ്ഥലം എത്തുന്ന സമയത്ത് എന്തു ചെയ്യണം? സ്വഹീയായ സ്ഥലങ്ങളൊക്കെ കഴുകി ആ കഴുകിയതിന് ശേഷം പിന്നെ കാലിന് വേണ്ടി തയമ്മും ചെയ്യുക. അങ്ങനെ തയമ്മും ചെയ്തുകൊണ്ട് അദ്ദേഹം നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വേണം? തർത്തീബ് വേണം എന്ന് ചുരുക്കം. അതായത് എന്ത് ചെയ്യാൻ പറ്റൂല? ഇപ്പൊ കയ്യുമ്മയും അതുപോലെ കാലിലും മുറിവുണ്ട് എങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റൂല? ആദ്യം തന്നെ 2 തയമ്മൂട് ചെയ്യുക. രണ്ട് തയമ്മുമാണല്ലോ വേണ്ടത്. 2 തയമ്മുമാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ട് ആദ്യമായിട്ട് കയ്യിന് വേണ്ടി ഒരു തയമ്മും പിന്നെ ഒരു തയമ്മും ഉടനെ തന്നെ കാലിന് വേണ്ടിയും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇവിടെ എന്ത് വേണം? ഇത് 2 അവയവത്തിൽ, വുളൂഇന്റെ 2 അവയവത്തിലായതുകൊണ്ട്, എന്ന് പറഞ്ഞാൽ തർത്തീബ് പാലിക്കപ്പെടുന്ന 2 അവയവത്തിലായതുകൊണ്ട് തന്നെ അവിടെ എന്ത് വേണം? തർത്തീബ് വേണം. ഇതിന് തയമ്മുമിന്റെയും സ്വഹീയായ അവയവങ്ങളെ കഴുകുന്നതിന്റെയും ഇടയിൽ. അപ്പൊ കയ്യ് ആദ്യം തയമ്മും ചെയ്തു എന്നുള്ളതുകൊണ്ട് പ്രശ്നമില്ല. കയ്യിന് വേണ്ടി ആദ്യം തയമ്മും ചെയ്തു. അങ്ങനെ തയമ്മും ചെയ്താൽ പിന്നെ എന്ത് ചെയ്യണം? സ്വഹീയായതിനൊക്കെ കഴുകണം. മുഖവും 2 കൈയൊക്കെ കഴുകി ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ എന്ത് ചെയ്യാം? കാലിന് വേണ്ടി തയമ്മും ചെയ്യാം. അതിന് ശേഷം എന്ത് ചെയ്യാം? കാലിൽ നിന്നും സ്വഹീയായതിനെ കഴുകാം. അതല്ലെങ്കിൽ കാലിൽ നിന്നും സ്വഹീയായതിനെ കഴുകിയതിന് ശേഷം തയമ്മും ചെയ്യാം. ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, തർത്തീബ് പാലിക്കപ്പെടേണ്ട 2 അവയവങ്ങളിലാകുമ്പോൾ തയമ്മും ചെയ്യുന്നത്, ആ രൂപത്തിലാകുമ്പോൾ അവിടെ സ്വഹീഹിനെ കഴുകുന്നതിന്റെയും ഈ തയമ്മുമിന്റെയും ഇടയിൽ തർത്തീബ് പാലിക്കപ്പെടണം എന്ന്. അതായത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കയ്യിലും കാലിലുമാണെങ്കിൽ ഇപ്പൊ 2 തയമ്മും വേണം. ഈ 2 തയമ്മും ആദ്യം തന്നെ 2 തയമ്മും ഒറ്റടിക്ക് ചെയ്യാൻ പാടില്ല എന്നർത്ഥം. തയമ്മും ചെയ്ത് സ്വഹീഹിനെ കഴുകി പിന്നീട് കാലിന് വേണ്ടി തയമ്മും ചെയ്യേണ്ടതാണ്. ഇനി മുസ്ലിം പറയുന്നു, വലാ യുസല്ലാ ബിഹി ഇല്ലാ ഫർളൻ വാഹിദ. ഒറ്റ ഫർളല്ലാതെ ഒരു തയമ്മും കൊണ്ട് നിസ്കരിക്കപ്പെടാൻ പറ്റുന്നതല്ല. വലൗ നദ്റൻ, നീർച്ചയാക്കിയതാണെങ്കിലും ശരി. വസഹ ജനായിസ് മഅ ഫർദ്, ഫർദോടുകൂടെ ജനായിസ് മയ്യിത്ത് നിസ്കാരം സ്വഹീയാകുന്നതാണ്. കാരണം ജനായിസ് നിസ്കാരം എന്ന് പറഞ്ഞാൽ അത് ഫർദ് കിഫയാണ്. അതുകൊണ്ട് തന്നെ നാം നേരത്തെ പറഞ്ഞു, ഓരോ ഫർദ് ഐനായ നിസ്കാരങ്ങൾക്ക് ഓരോ തയമ്മും ആവശ്യമാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ സ്വാലിഹായ പ്രവർത്തനങ്ങളും നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആഖിറത്തിലും ദുനിയാവിലും നാം എല്ലാവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.